ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പം യാത്രയിലാണ് ഉള്ളത്. കാടിൻ്റെ നടുക്കാണുള്ളത്. ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന കാട്ടിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ ഒരു ആശ്രമമുണ്ട്. ഞങ്ങൾ ആ ആശ്രമത്തിൽ വന്നതാണ്. അപ്പോൾ ആശ്രമത്തിൽ കയറി പ്രേയറൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എനിക്ക് ഒന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. രാവിലെ ഞാൻ മേലൊക്കെ കഴുകി, എന്നാലും എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കുളിക്കണം. അപ്പം ഞാൻ വന്നതാണ്. എന്ന് വെച്ചാൽ ഈ കാടിൻ്റെ നടുക്കൂടെയുള്ള യാത്ര, അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നടുക്കൂടെ നമ്മൾ വന്ന് ചെളിയെല്ലാം ഇറങ്ങി വന്ന് വെള്ളം അരുവി ഒഴുകുന്നുണ്ട്. ഇതിലെ കൂടെ കളകള ശബ്ദം വെച്ചിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വേറെ ശബ്ദങ്ങളൊന്നുമില്ല. പക്ഷികളുടെ കുയിലിൻ്റെയൊക്കെ കൂവൽ, മയിലിൻ്റെയൊക്കെ പിന്നെ മയിലൊക്കെ കിടന്ന് കരയുന്ന ഒച്ച, കൂവൽ, അതുപോലെ തന്നെ ഉപ്പനെ കണ്ടു കേട്ടോ. ഉപ്പനല്ല, മൂങ്ങയെ കണ്ടു. പിന്നെ ആന, മാൻ എല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾ കണ്ടു. കരടിയെ പുലിനെയൊന്നും കണ്ടിട്ടില്ല. വലിയ വലിയ പന്നീനെയൊക്കെ എന്ത് ചെയ്തു, കാട്ടുപന്നിയൊക്കെ നമ്മൾ കണ്ടു. ഇത് കണ്ടോ, അവിടെയൊക്കെ കണ്ടോ മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരും. അതായത് ഒരു വൃക്ഷത്തിൻ്റെ ഒരുപാട് വേരുകൾ ഇങ്ങനെ നീളത്തിൽ പോയതും ആ വൃക്ഷങ്ങളുടെ വേരൊക്കെയാണ് കാണുന്നത് കേട്ടോ. അവിടെ ഇടിഞ്ഞിട്ടുണ്ട്. ഇത് മറിഞ്ഞു വീണ ഒരു വൃക്ഷത്തിൻ്റെ മേളിലാണ് ഞാൻ ഇരിക്കുന്നത്. ഉണങ്ങിയ മരത്തിൻ്റെ ചോട്ടിലായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സോപ്പൊന്നും എടുക്കാതെയാണ് വന്നത്. പക്ഷേ എനിക്ക് കുളിക്കാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഷാമ്പൂ ഉണ്ടായിരുന്നു. ഇനി ഇതിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, നല്ലോണം എന്ത് ചെയ്യണം, ഒന്ന് മുങ്ങി കുളിക്കണം. നല്ല അധികം ഒഴുക്കൊന്നുമില്ല, അല്ല അധികം ആഴമൊന്നുമില്ല, ഒഴുക്കുണ്ട്. അക്കരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന വെള്ളമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, കുളിക്കണം. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ യാത്രയും ഈ കാടിനകത്തുള്ള പോസിറ്റീവും ജപവും പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുണ്ട് കണ്ണൻ, എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ശാന്തമായിട്ട് വേണം ജീവിക്കാൻ. നമ്മൾ ആരെയും ശല്യം ചെയ്യാനോ ആരുടെയും മെക്കെട്ട് കയറാനോ നിൽക്കരുത്. എനിക്കിപ്പോൾ വീടില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഈ കാട്ടിനുള്ളിൽ കടന്നുറങ്ങാനും ഞാൻ തയ്യാറാണ്. എനിക്ക് പേടിയൊന്നുമില്ല. അത് നമ്മളെ പോലെ മറ്റുള്ളവർക്ക് പറ്റില്ല. ചുരുക്കം എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മുടെ മനസ്സിനകത്ത് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും ആക്രമിക്കാൻ വരില്ല. പണ്ടുള്ള ആളുകളെല്ലാം കാട്ടിലായിരുന്നു കടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. കാട്ടിൽ കടന്നുറങ്ങി കാട്ടിലെ കിഴങ്ങുകൾ ഭക്ഷിച്ചും. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, കാട്ടിനകത്ത് കല്ലൊരഞ്ഞ് തീ പിടിച്ചു. അവസാനം അവർ കല്ലുകളെ കൂട്ടി ഉരസി തീ പിടിപ്പിക്കാൻ പഠിപ്പിച്ചു. അവസാനം കാടിന് തീ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വന്യമൃഗങ്ങളൊക്കെ വെന്ത് പോയപ്പോൾ മാംസം വെന്തത് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എല്ലാവരും പച്ചക്കായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കാലക്രമേണ മാറ്റങ്ങൾ വന്ന് എന്ത് ചെയ്ത് ഇന്ന് ഈ നിലയിൽ എന്ത് ചെയ്ത് എത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉൾക്കാടുകളിലൊക്കെയാണ് ഉറങ്ങുന്നത്. വന്യമൃഗങ്ങളായിട്ടൊക്കെയാണ് സഹവാസം. 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, വേറൊരു ആശ്രമത്തിൽ എൻ്റെ മുന്നിൽ ആന വന്നത്. അതൊക്കെ ഞാൻ അതിനെ വണങ്ങിയിട്ട് ആശ്രമത്തിലേക്ക് വന്നിട്ട് ചക്കുവിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്ത്. ചക്കു കണ്ട് സന്തോഷമായി. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയത് കാട്ടിലാണ് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയത് കാട്ടിലാണ്, ഒരു ആദിവാസി കുടിലാണ് കിടന്നത്. പക്ഷേ ഞങ്ങൾ പുറത്താണ് കേട്ടോ കിടന്നത്. ഒരു പാവങ്ങൾ ഞങ്ങൾക്ക് ഇന്നലെ രാത്രി എന്നപ്പോൾ തന്നെ കഞ്ഞി, കപ്പ, കാട്ടിലുള്ള കപ്പകളൊക്കെ, അത് പിന്നെ ചമ്മന്തി, കാന്താരി, കാട്ടുകാന്താരിയാണ്, ഉൾക്കാട്ടിൽ നിന്ന് പറിക്കണ കാന്താരിയാണ്. അതൊരു മുളക് കടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകും. പക്ഷേ എനിക്ക് എരിവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് ഞാനത് കഴിക്കണം. പിന്നെ എന്താ ഒരു വാഴയുണ്ട്, ഒരു വാഴപ്പഴമുണ്ട്, അതിൻ്റെ പേര് പറഞ്ഞു, അത് അങ്ങനെ. പിന്നെ രാവിലെ ആയപ്പോൾ അവരുടെ ഒരു തരം കഞ്ഞിയുണ്ട്, ആയുർവേദ, അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്ത് കിടന്നപ്പോൾ പന്നിക്കൂട്ടങ്ങൾ ഒരുപാടുണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായ ആ ആദിവാസിയുടെ ചേട്ടൻ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. രാത്രി ഞങ്ങൾക്ക് കാവലായിരുന്നു പുള്ളി പുറത്ത്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ കിടന്നത്. ചക്ക കുളിക്കാനുള്ള തയ്യാറെടുപ്പായി. കംപ്ലീറ്റ് വനമാണ്, വനപ്രദേശങ്ങളാണ്. കണ്ട, മൊത്തം കാടാണ്. കാടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല
പിന്നെ മുള്ളുണ്ട് കേട്ടോ, മുള്ള് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുള്ള് കാലിൽ കയറും. മുള്ളുണ്ട്, വേറെ മുള്ള് എന്തെന്ന് അത് ആശ്രമത്തിലെ സ്വാമി പറഞ്ഞു. പക്ഷെ എന്തൊരു ശാന്തന, ഇത് കണ്ട പാറക്കല്ലുകളൊക്കെയാണ് കിടക്കുന്നത്, കണ്ട. അങ്ങാട് ഇത് ഈ മണ്ണെല്ലാം മഴ പെയ്ത് മണ്ണൊഴുകി ഇങ്ങനെ പോകണം. ഇത് ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല കളർ, ഈ കളറുകൾ കൊണ്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് ആർട്ട് വർക്കിനൊക്കെ ചെയ്യാൻ പറ്റും ഫ്ലോറിലൊക്കെ. ഇത് ഈ മണ്ണുകൾ കണ്ട പല കളറുകളാണ് മണ്ണിൻ്റെ. നമ്മുടെ മണ്ണിൽ തന്നെ ഒരുപാട് കളറുകളുണ്ട്, അങ്ങനത്തെ മണ്ണാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നറിയില്ല, എന്നാലും ഞാനിതേ എടുക്കണം. ചില ആളുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എടുക്കണം. പിന്നെ വെള്ളം ഒഴുകണുണ്ട്. ഇതൊക്കെ ആന വന്ന സ്ഥലമുണ്ട്. ആന വന്ന് വൈകിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ആനക്കൂട്ടമാണ്, 10-30 ആനകൾ വരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ പടയപ്പെന്ന് പറഞ്ഞ ആന ഇപ്പം ഇവിടെയാണ് ഉള്ളത്, ഈ കാട്ടിലാണ്. ഫോറസ്റ്റുകാർ പറഞ്ഞ് കേരളത്തിൽ നിന്ന് അവൻ ഇങ്ങോട്ടൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കല്ലുകളൊക്കെ നിറയുണ്ട്. വൈറ്റ് കളർ, വൈറ്റ് ഇതല്ല, ഇത് ഞാൻ എടുക്കും കണ്ട. എനിക്കിത് ഇഷ്ടം, എനിക്ക് ഇങ്ങനത്തെ കല്ല് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ, ഇതേപോലത്തെ സ്റ്റോൺസിൻ്റെ കളക്ഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കല്ല്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ പോണില്ല, കാരണം ഇനി അങ്ങോട്ട് പോയാൽ ശരിയാകില്ല. മനസ്സിൽ വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ തിരിഞ്ഞ് നടക്കണേ. വരുന്നു ചക്കോടെ കുളിക്കണേ. ഞാൻ ചെല്ലട്ടെ, പ്രൊട്ടക്ഷൻ കൊടുക്കണം. മനസ്സിലായോ? കണ്ട വൈറ്റ് സ്റ്റോണാണിത്. ഇത് ഭയങ്കര പോസിറ്റീവാണ് ഈ കല്ല്, കണ്ട. വരുന്നു. അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്യാനാണ്.